ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം, കൊല്ലം ജില്ലയിലെ ചവറ എന്ന സ്ഥലത്ത് പന്മന, അതാണ് കറക്റ്റ് സ്ഥലപ്പേര്, പന്മന എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രമാണ് കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം. ഞങ്ങൾ ഫാമിലിയായിട്ട് പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളതാണ്, പക്ഷേ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ആളുകൾ വരുന്നതാണ്, നമുക്ക് വഴിയെ കാണാം. എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര തിരക്കില്ല, എന്താണെന്നറിയില്ല. വൈകുന്നേരം ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതേ കാണുന്നത് ഒരു വള്ളത്തിൽ ആൾക്കാർ പോകുന്നതാണ്. നമുക്ക് വള്ളത്തിലും അപ്പുറത്തേക്ക് എത്താം. ആദ്യം തന്നെ പറയാം, ഇതൊരു ചെറിയൊരു തടാകം കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. അത് ജങ്കാർ, നമുക്ക് അത്യാവശ്യം ഒരു ജങ്കാർ 2 ഉണ്ട്. തിരക്കനുസരിച്ചാണ് അവരിത് ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഒരു ജങ്കാറേ ഉള്ളൂ. ഒരു ജങ്കാർ ഒരു റൗണ്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റും. അധികം ദൂരമൊന്നുമില്ല. ഇത് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ് ജങ്കാർ ഓടിക്കുന്ന കൊച്ചാട്ടൻ. ഇതാരാടാ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ നോക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ അങ്ങ് മാറ്റി. പുള്ളി ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ, അതുകൊണ്ട് പതുക്കെ അങ്ങ് മാറ്റി. ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ബോട്ടിലൊക്കെ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരു ഒറ്റ കറക്കം നമുക്ക് അവിടെ നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്താം. അധികം ദൂരമൊന്നുമില്ല, നമുക്ക് നിന്നാൽ കാണാവുന്നതേ ഉള്ളൂ. നമ്മുടെ കപ്പിത്താൻ ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ച് അവിടേക്ക് നമ്മളെ എത്തിക്കുകയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ദർശനം നടത്താം എന്നുള്ള ഇതിലാണ് നമ്മൾ എത്തുന്നത്. കടലും കായലും ഒക്കെ കൂടിച്ചേരുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അതിമനോഹര കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ പോയി കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് നമുക്ക് കുറച്ച് നേരം ചെലവഴിക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യാം. തൊട്ടടുത്ത് നമുക്ക് കടലുണ്ട്. കടലിലേക്ക് നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങി ഒരു ചെറിയ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. ഞായറാഴ്ച ആയെങ്കിലും തിരക്കില്ല എന്ന് പറയുന്നില്ല കേട്ടോ, ചെറിയ രീതിയിൽ തിരക്കുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന ദിവസം ഈ കാണുന്നതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഇന്ന് ക്യൂ ഒന്നുമില്ല. അതുപോലെ ഇവിടെ മണി കെട്ടുന്ന വഴിപാടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരിവിടെ ചെയ്യുന്നത്. ആ കാണുന്ന ആലിന് ചുറ്റുമാണ് നമുക്ക് മണി കെട്ടുന്നത്. നമുക്കിത് വഴിയെ കാണാം. അതുപോലെ തന്നെ ഇവിടുന്ന് മണി നമുക്ക് വഴിപാടിന് ഓരോരുത്തരുടെയും നാളും പേരും പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. എല്ലാം അവിടെ തന്നെ കിട്ടും. നമ്മുടെ കാര്യസിദ്ധി, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ ഈ വഴിപാട് ഇവിടെ സമർപ്പിക്കുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറി കഴിഞ്ഞാൽ അവിടെ ഒരു പൊങ്കാല ഇടുന്ന വഴിപാട് കൂടിയുണ്ട്. അത് ചെയ്യുമ്പോഴാണ് അത് പൂർത്തീകരിക്കുന്നത്. 5:30 കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ആകാശമൊക്കെ നല്ല മഴയില്ലാത്തതുകൊണ്ടും നല്ല ഭംഗിയാണ് കാണാൻ. തൊട്ടു പുറകിൽ കാണുന്നത് കടലാണ്. നമുക്ക് വഴിയെ കടലൊക്കെ വീഡിയോ കാണാം. ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് ആദ്യം ചന്ദനമൊക്കെ തൊട്ട് തരുവാണ്. ഞാൻ തൊടാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അച്ഛയ്ക്ക് ഞാൻ തന്നെ തൊട്ട് തരാമെന്ന് പറഞ്ഞ് എനിക്ക് തൊട്ട് തന്നു. എല്ലാവർക്കും തൊട്ട് തന്നു കേട്ടോ. അതുപോലെ ആ കാണുന്നതാണ് കടൽ. കടലിൻ്റെ പുറകുവശത്തെ കാഴ്ചകളാണ്. ആ മതിലിനപ്പുറം കടലാണ്. കടലിൻ്റെ തിരയൊക്കെ നമുക്ക് കേൾക്കാം. നല്ല ഭംഗിയാണ്. ക്യാമറയ്ക്കകത്തൂടെ കാണാനാണെങ്കിൽ ഒരു രക്ഷയില്ല. നേരിട്ട് കാണാനും നമുക്ക് നല്ല ഭംഗിയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റി. ഇതാണ് മണി വഴിപാടായിട്ട് കെട്ടുന്ന ആൽമരമാണ്. നമ്മൾ ആ ആൽമരത്തിന് വലത്ത് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് നമ്മളിവിടെ മണി കെട്ടുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൊട്ടുപുറകിൽ കടലായതുകൊണ്ട് ആദ്യം കുറച്ച് നേരം കൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ മാന്തുന്നുണ്ട്. കടലിൽ പോവാം. അവിടെയാണ് പൊങ്കാല ഇടുന്നത്. ആദ്യം വീഡിയോ ഒക്കെ എടുക്കുന്നതൊന്നും സമ്മതിക്കുന്നില്ല. അവൾക്ക് കടലിൽ പോകണം. കടൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യക്ക് ഒരു രക്ഷയില്ല. പിന്നെ കടലിൽ നിന്ന് കയറുന്നില്ല. അതുപോലെ നിങ്ങൾ വരുന്നത് വൈകുന്നേരങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിവതും എല്ലാവരും വൈകുന്നേരങ്ങളിൽ വരിക. കാരണം വെയിലൊന്നും ഏൽക്കാതെ നമുക്ക് അത്യാവശ്യം കടലൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന സാഹചര്യം അപ്പോഴാണുള്ളത്. ഈ വീഡിയോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടയ്ക്കിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ പ്രചോദനം. ഓക്കെ, അപ്പം എല്ലാവർക്കും ആദീസ് വ്ലോഗിൻ്റെ നല്ലൊരു ദിനം ആശംസിക്കുന്നു.